നമസ്കാരം. ഒടുവിൽ പിണറായി വിജയൻ തനിക്ക് തലവേദനയായി മാറുമെന്ന് മനസ്സിലാക്കിയ സജി ചെറിയാനെ കൈവിട്ടിരിക്കുകയാണ്. ക്രൈസ്തവ സഭകളെ കൊണ്ട് തന്നെ അന്ത്യകൂദാശ കൊടുത്ത് ശവമടക്ക് നടത്തിയ അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ക്രൈസ്തവ സഭകളുടെ സഹായത്തോടെ ചെങ്ങന്നൂരിൽ നിന്നും MLA ആയി മാറിയ സജി ചെറിയാനെ ഭരണഘടനാ വിവാദത്തിൽ നിന്നും കൈപിടിച്ചുയർത്തിയതുപോലും സഭകളാണ് എന്നത് മറന്നതായിരുന്നു സജി ചെറിയാന്റെ നിലപാടുകൾ. സജിയെ മന്ത്രിസ്ഥാനത്ത് തിരികെ എത്തിച്ചത് ക്രൈസ്തവ സഭകളാണ്. എന്നാൽ പിണറായി വിജയന് വേണ്ടി അദ്ദേഹം തന്നെ നിലനിർത്തിയ സഭകളെ തള്ളിപ്പറഞ്ഞു. മുഖ്യമന്ത്രി പറയാൻ ലക്ഷ്യമിട്ട കാര്യങ്ങളാണ് സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. പിണറായിയുടെ കുരുട്ടുബുദ്ധിയാണ് സജി ചെറിയാൻ പറഞ്ഞത്. അത്രയും താൻ പറഞ്ഞാൽ അതിന് മറ്റൊരു മാനം കൈവരുമെന്ന് പിണറായിക്ക് അറിയാമായിരുന്നു. അതിനാലാണ് സജി ചെറിയാനെ കൊണ്ട് സഭകൾക്കെതിരെ സംസാരിപ്പിച്ചത്. മന്ത്രിസഭയിലെ ക്രൈസ്തവ സഭകളുടെ പ്രിയപ്പെട്ട ശിഷ്യനാണ് സജി ചെറിയാൻ. സംസ്ഥാനത്തെ ബിഷപ്പുമാരെല്ലാം സജി ചെറിയാനെ ഉപയോഗിച്ചാണ് ഭരണയന്ത്രത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് പോലും. പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്ത സഭാ അധ്യക്ഷന്മാർക്കെതിരെ CPM-ൽ അമർഷം പുകയുകയാണ്. CPM സംസ്ഥാന സെക്രട്ടറി പറയാൻ ഉദ്ദേശിച്ചത് സജി ചെറിയാൻ പറഞ്ഞു. ക്രിസ്തുമസ് ദിനത്തിൽ ക്രൈസ്തവ സഭാ നേതാക്കൾക്കും പ്രമുഖർക്കും പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നൽകിയ വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാർക്കെതിരെ വിമർശനവുമായി മന്ത്രി സജി ചെറിയാൻ രംഗത്തെത്തിയത് കൃത്യമായ മുന്നൊരുക്കത്തോടെയാണ്. 1.5 മണിക്കൂറോളം നീണ്ട ചടങ്ങിൽ അടുത്ത വർഷം രണ്ടാം പകുതിയിലോ 2025 ആദ്യമോ മാർപ്പാപ്പ ഇന്ത്യയിലെത്തുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ നടന്ന NDAയുടെ ക്രിസ്തുമസ് സ്നേഹ സംഗമം പരിപാടിയിൽ ഓർത്തഡോക്സ് സഭ നിലയ്ക്കൽ ഭദ്രാസനം സെക്രട്ടറി ഫാദർ ഷൈജു കുര്യൻ BJP അംഗത്വം സ്വീകരിച്ചിരുന്നു. പ്രധാനമന്ത്രി വിളിച്ച യോഗത്തിൽ നിന്നും ബിഷപ്പുമാരെ അകറ്റി നിർത്താൻ CPM പരമാവധി ശ്രമിക്കുകയും ചെയ്തിരുന്നു. സജി ചെറിയാൻ ചില സഭാധ്യക്ഷന്മാരോട് ഇക്കാര്യം നേരിട്ടും ആവശ്യപ്പെട്ടു. എന്നിട്ടും പ്രധാനമന്ത്രിയുടെ വസതിയിൽ ബിഷപ്പുമാർ എത്തി. പത്തനംതിട്ട പോലൊരു ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലയിൽ BJP വിളിച്ച സ്നേഹവിരുന്നിൽ പുരോഹിതന്മാർ ഉൾപ്പെടെ പങ്കെടുത്തത് പാർട്ടിയെ ഞെട്ടിച്ചു കളഞ്ഞു. ഇതിൽ പണികിട്ടിയത് സജി ചെറിയാനാണ്. CPM-ഉം മുഖ്യമന്ത്രിയും ക്രൈസ്തവ സഭകൾക്കെതിരെ സംസാരിക്കാതെ സജി ചെറിയാൻ സംസാരിച്ചത് CPM-ന്റെ ഔദ്യോഗിക തീരുമാനമായിരുന്നു. ഇപ്പോൾ ഞെട്ടിയത് ക്രൈസ്തവ സഭകളുമാണ്. ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ സജി ചെറിയാനെതിരായ അന്വേഷണം അവസാനിപ്പിക്കാൻ പോലീസിനെ കൊണ്ട് തീരുമാനിപ്പിച്ചത് ക്രൈസ്തവ സഭകളുടെ നിർബന്ധത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഭരണഘടനയ്ക്കെതിരെ പരാമർശം നടത്തിയ മന്ത്രി സജി ചെറിയാനെ പിന്തുണയ്ക്കുകയാണ് CPM ചെയ്തത്. മന്ത്രി രാജിവെക്കേണ്ട സാഹചര്യമില്ലെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി വ്യക്തമാക്കിയിരുന്നു. ഇങ്ങനെ ഒരു പ്രസംഗം നടത്തിയപ്പോൾ തന്നെ അതിന്റെ അപകടം അദ്ദേഹത്തിന്റെ അഭ്യുദയകാംക്ഷികൾ അറിയിച്ചതുമാണ്. എന്നാൽ അതൊന്നും സാരമില്ലെന്ന മട്ടിലായിരുന്നു സജി ചെറിയാന്റെ പ്രതികരണം. മന്ത്രിസ്ഥാനം തെറിച്ചാലും സജിയെ താൻ സംരക്ഷിക്കുമെന്ന് പിണറായി ഉറപ്പ് നൽകിയിരുന്നു. മാധ്യമങ്ങൾ സർക്കാരിനെതിരെ കൂട്ടത്തോടെ നിലപാടെടുത്തപ്പോൾ വിഷയത്തെ വഴിതിരിച്ചുവിടുക എന്നത് മാത്രമാണ് പോം വഴിയെന്ന് മുഖ്യമന്ത്രിയുടെ PR ടീം തീരുമാനിച്ചിരുന്നു. മുഖ്യമന്ത്രിയെ രക്ഷിക്കാനുള്ള ചുമതല മാത്രമാണ് അദ്ദേഹത്തിന്റെ PR ടീമിനുള്ളത്. മുഖ്യമന്ത്രിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറായിരുന്നു PR ടീം. ഇവരാണ് സജി ചെറിയാന്റെ വിവാദം ആളിക്കത്തിച്ച അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിച്ചത്. ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൽ തനിക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള എല്ലാ പരിണിത ഫലങ്ങളെക്കുറിച്ചും സജി ചെറിയാന് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു. ഇതിനപ്പുറം പിണറായിയെ സഹായിക്കാനുള്ള മനോഭാവം മാത്രമാണ് സജി ചെറിയാന് ഉണ്ടായിരുന്നത്. സജി ചെറിയാനെ ചാവേറാക്കാൻ പിണറായി തന്നെയാണ് തീരുമാനിച്ചത്. പിണറായിക്ക് വേണ്ടി സജി ചാവേറാകാൻ തയ്യാറായി എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. ആലപ്പുഴ ജില്ലയിലെ CPM-ൽ ആധിപത്യം ഉറപ്പിക്കാൻ ചിത്തരഞ്ജൻ സജി ചെറിയാൻ പക്ഷങ്ങൾ ശ്രമിച്ചപ്പോൾ പിണറായി സജി ചെറിയാനൊപ്പമാണ് നിലകൊണ്ടത്. ചിത്തരഞ്ജനെതിരെ CPM നടപടിക്ക് വരെ തയ്യാറായി. സജി ചെറിയാന് അനുകൂലമായി ഔദ്യോഗിക പക്ഷം അണിനിരന്നു. ജില്ലയിലെ പ്രമുഖരായ സുധാകരനും ഐസക്കും ഏതാണ്ട് രാഷ്ട്രീയം വിട്ട അവസ്ഥയിലുമാണ്. ചില പ്രാദേശിക പരിപാടികളിൽ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ടെങ്കിലും കാര്യമായ യാതൊരു രാഷ്ട്രീയ ഇടപെടലും ഇരുവരും നടത്തുന്നതുമില്ല. ഐസക് ആകട്ടെ പുസ്തകം വായിക്കുകയും എഴുതുകയും ചെയ്യുന്ന തിരക്കിലാണ്. ഇവരുടെ സ്ഥാനമാണ് ജില്ലയിൽ സജി ചെറിയാനും ചിത്തരഞ്ജനും ഏറ്റെടുത്തത്. സജിയുടെയും ചിത്തരഞ്ജന്റെയും പക്ഷങ്ങൾ പാർട്ടി സമ്മേളനങ്ങളിൽ ചേരിതിരിഞ്ഞിരുന്നു. അങ്ങനെ ആലപ്പുഴ നോർത്ത് ഏരിയ സമ്മേളനം വാക്കേറ്റത്താൽ തടസ്സപ്പെടുകയും ചെയ്തു. ചില നേതാക്കൾക്കെതിരെ ഒരു വിഭാഗം വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചത് മറുവിഭാഗം ചോദ്യം ചെയ്തു. ഇതാണ് വലിയ വാക്കേറ്റത്തിലേക്ക് നയിച്ചത്. മണിക്കൂറുകൾക്ക് ശേഷം സമ്മേളനം പുനരാരംഭിച്ചെങ്കിലും വാക്കേറ്റം തുടർന്നു.
സജി ചെറിയാൻ അനുകൂലികളും പി ചിത്തരഞ്ജൻ MLA പക്ഷവും ജില്ലയിൽ ആധിപത്യം നേടാനുള്ള കഠിന ശ്രമത്തിലാണ്. ഒരു കാലത്ത് ജി സുധാകരനും തോമസ് ഐസക്കും ഇരുപക്ഷങ്ങളിൽ നിന്ന് നയിച്ചിരുന്ന ആലപ്പുഴയിലെ പാർട്ടി പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. പാർട്ടിക്കുള്ളിലെ വിഭാഗീയത ശക്തമായ ആലപ്പുഴയിൽ ലോക്കൽ ബ്രാഞ്ച് സമ്മേളന കാലഘട്ടത്തിൽ വീട്ടിൽ കയറി വരെ ആക്രമണം നടന്നു. അപ്പോഴൊക്കെ സജിയെ രക്ഷിക്കാനാണ് പിണറായി ശ്രമിച്ചത്. അതിനുള്ള പ്രത്യുപകാരമാണ് സജി ചെറിയാൻ ചെയ്തതും. നന്ദി.